We can discuss the two topics from module 3, Diffie-Hellman key exchange algorithm and the elliptic curve algorithm. Diffie-Hellman key exchange algorithm എന്ന് പറയുന്നത് key exchange ചെയ്യാനുള്ള algorithm ആണ്. അപ്പോൾ ഒരു സെൻഡറും ഒരു റിസീവറും ഉണ്ട്. സിമെട്രിക് എൻക്രിപ്ഷനിൽ സെൻഡറിനും റിസീവറിനും സെയിം കീ ആണ് എൻക്രിപ്ഷൻ ആണെങ്കിലും ഡിക്രിപ്ഷൻ ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡറിനും റിസീവറിനും സെയിം കീ കിട്ടണം, സീക്രട്ട് കീ ആയിരിക്കണം. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം, കീ എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യുന്ന അൽഗോരിതം ആണ് Diffie-Hellman key exchange algorithm. It is a public key distribution scheme. Cannot be used to exchange any arbitrary message. Only key exchangeന് വേണ്ടി കീനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. Rather, it can establish a common key known only to the two participants. Value of key depends on the participants and their private and public key information. ഈ അൽഗോരിതത്തിലെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് രണ്ട് ഗ്ലോബൽ എലമെന്റ്സ് ആണ് ഇതിനുള്ളത്. Q, that is a prime number, any prime number. Alpha should be less than Q and alpha is a primitive root of Q. ആൽഫ എന്ന് പറയുന്നത് Q എന്ന് പറയുന്ന പ്രൈം നമ്പറിനേലും ലെസ് ആയിരിക്കും. ആൽഫ എന്ന് പറയുന്നത് Qന്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് ആയിരിക്കും. പ്രിമിറ്റീവ് റൂട്ട് എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഈ ആലീസ് കീ ജനറേറ്റ് ചെയ്യുന്നത്, അപ്പം ആലീസിന് രണ്ട് കീ ഉണ്ട്, പ്രൈവറ്റ് കീ ഉണ്ട്, പബ്ലിക് കീ ഉണ്ട്. അതെങ്ങനെയാണ് ആലീസ് ജനറേറ്റ് ചെയ്യുന്നത്? സോ പ്രൈവറ്റ് കീനെ എക്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പബ്ലിക്കിനെ വൈ വെച്ചിട്ട്. അപ്പൊ എക്സ് എ എന്ന് പറയുന്നത് ആലീസ് ഇസ് ദ സെൻഡർ ആൻഡ് ബോബ് റിസീവർ ആയിട്ട് എടുക്കാം. അപ്പൊ എക്സ് എ ഷുഡ് ബി ലെസ് ദാൻ ക്യൂ. എക്സ് പ്രൈവറ്റ് കീനെ ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. എക്സ് എ ഷുഡ് ബി ലെസ് ദാൻ ക്യൂ. ദെൻ കാൽക്കുലേറ്റ് പബ്ലിക് കീ. വൈ എ ഈക്വൽ ടു ആൽഫ, പ്രിമിറ്റീവ് റൂട്ട് ആൽഫ ടു ദ പവർ എക്സ് എ മോഡ് ക്യൂ. അങ്ങനെയാണ് ഇതിന്റെ വൈ എ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആലീസിന് പ്രൈവറ്റ് കീ എക്സ് എയും കിട്ടി, പബ്ലിക് കീ വൈ എ. ദെൻ ബോബിന്റെ കീ ജനറേഷൻ. സെലക്ട് പ്രൈവറ്റ് കീ എക്സ് ബി. പ്രൈവറ്റ് കീ അസ്യൂം ചെയ്തെടുക്കുന്നതാണ്, ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുന്നതാണ്. ലെസ് ദാൻ ക്യൂ ആയിട്ടുള്ള ഒരു വാല്യൂ പ്രൈവറ്റ് കീ എടുക്കുന്നു. പബ്ലിക് കീനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൈ ബി, ബോബ്സ് പബ്ലിക് കീ ആൽഫ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ. എക്സ് ബി അറിയാം, അപ്പൊ ആൽഫ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ. ഈ സീക്രട്ട് കീ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കെ ഈക്വൽ ടു വൈ ബി ബൈ ആലീസ്. ആലീസിന്റെ പ്രൈവറ്റ് കീ അറിയാം, ബോബിന്റെ പബ്ലിക് കീ അറിയാം. ഓക്കെ, അപ്പൊ വൈ എന്ന് പറയുന്നത് പബ്ലിക് കീ ആണ്, എക്സ് ഈസ് ദ പ്രൈവറ്റ് കീ. വൈ ബി റേസ് ടു എക്സ് എ മോഡ് ക്യൂ. ഈ കാൽക്കുലേഷൻ ആലീസ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ദെൻ ബോബ് ചെയ്യുന്ന കാൽക്കുലേഷൻ എന്താണ്? വൈ എ എന്ന് പറയുന്നത് പബ്ലിക് കീ ഓഫ് ആലീസ്, പബ്ലിക് കീ ഓഫ് എ റേസ് ടു എക്സ് ബി. എക്സ് മീൻസ് പ്രൈവറ്റ് കീ ഓഫ് ബോബ് മോഡ് ക്യൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാൽക്കുലേറ്റഡ് രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും. ഇതിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുമ്പോൾ ഈ ടു വാല്യൂസ് ആർ സെയിം. അപ്പോൾ ആലീസിന് കിട്ടുന്ന ഈ കെ എന്ന് പറഞ്ഞ വാല്യൂ, ബോബിന് കിട്ടുന്ന കെ എന്ന് പറഞ്ഞ വാല്യൂ സെയിം ആണ്. അപ്പൊ സീക്രട്ട് കീ സിമെട്രിക് എൻക്രിപ്ഷന് യൂസ് ചെയ്യാവുന്ന ഒരു കീ ആണ്. അപ്പൊ ഇവർക്ക് കീനെ നെറ്റ്വർക്ക് കീക്കോട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെയിം വാല്യൂ കിട്ടുന്ന വിധത്തിൽ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് Diffie-Hellman കീ എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കീനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അൽഗോരിതാണ്. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ക്യൂ എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് ഗ്ലോബൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? ക്യൂ എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. ആൽഫ എന്ന് പറയുന്നത് ഈ പ്രൈം നമ്പർ, നമ്മൾ എടുത്ത പ്രൈം നമ്പറിനേലും ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കണം. അതുപോലെ തന്നെ അത് പ്രിമിറ്റീവ് റൂട്ടും ആയിരിക്കണം. ഇപ്പൊ പ്രിമിറ്റീവ് റൂട്ട് ആണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇപ്പൊ എ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് പി എന്ന് പറയണമെങ്കിൽ വേണ്ട കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത്. എ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നതിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആകണമെങ്കിൽ എ മോഡ് പി, എ സ്ക്വയർ മോഡ് പി, എ ക്യൂബ് മോഡ് പി, എ റേസ് ടു 4 മോഡ് പി, എക്സെട്ര അപ് ടു എ റേസ് ടു പി മൈനസ് 1 മോഡ് പി. ഇപ്പൊ ഈ സെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കണം കിട്ടേണ്ടത്. 1 2 3 എക്സെട്ര അപ് ടു പി മൈനസ് 1 ആയിരിക്കണം ഇതിന്റെ വാല്യൂസ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനെ പിയുടെ പ്രിമിറ്റീവ് റൂട്ട് ആണെന്ന് പറയും. ഈ വാല്യൂസ് കിട്ടാന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് ഇൻ എനി ഓർഡർ, ഏത് ഓർഡറിൽ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നപ്പോൾ ഒരു പ്രൈം നമ്പർ നമ്മൾ 7 സെലക്ട് ചെയ്തു. പ്രിമിറ്റീവ് റൂട്ട്, ഈ 7ന്റെ പ്രിമിറ്റീവ് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? 7നേലും ലെസ് ആയിട്ടുള്ള എലമെന്റ്സ് നോക്കണം. 7നേലും ലെസ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1 to 7 വരെയുള്ള എലമെന്റ്സ് നമ്പേഴ്സ്. ദറ്റ് ഈസ് എവറി ഇൻഡിജർ ദറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു പി. അത് ഈ 7 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. വെൻ റേസ് ടു പോസിറ്റീവ് ഹോൾ നമ്പേഴ്സ് ലെസ് ദാൻ 7 മസ്റ്റ് പ്രൊഡ്യൂസ് യുണീക് വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് 7 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. ക്യൂ നമ്മൾ സെലക്ട് ചെയ്തു, ക്യൂ ഈക്വൽ ടു 7. ഈ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് ബി പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ദിസ്
7 and it should be less than 7. Primitive root ആവണമെങ്കിൽ അതിന്റെ പവേഴ്സ് എടുത്തിട്ട് മോഡ് എടുക്കുമ്പോൾ 1 തുടങ്ങി ഈ p-1 അതായത് 7-1 എന്ന് പറയുമ്പോൾ 6 വരെയുള്ള വാല്യൂസ് കിട്ടണം. അതാണ് അങ്ങനെയാണെങ്കിലാണ് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ എടുക്കുന്ന ആൽഫ എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമും ആയിരിക്കണം. 7 ആയിട്ട് റിലേറ്റീവ്ലി കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവരുത്, റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ നമ്മൾ ആദ്യം 1 എന്തായാലും എടുക്കാൻ പറ്റില്ല, 2 എടുത്തു. 2 എടുത്തിട്ട് 2⁻1 mod 7 നോക്കാം. 2 എന്ത് കിട്ടും? 2 കിട്ടും. 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2 mod 7, 2 divided by 7 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 2 കിട്ടും. 2⁻2 mod 7, 2⁻2 4 mod 7. mod 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4. 2⁻3, 2⁻3 is 8, 8 mod 7, 8നെ 7 ഓട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1. Then 2⁻4 mod 7, 2⁻5 mod 7. അങ്ങനെ എത്ര വരെ ചെയ്യണം? 2⁻6 mod 7, p-1, a raised to p-1 mod p. അതുവരെയാണ് ചെയ്യേണ്ടത്. a raised to p-1 വരെയാണ് ചെയ്യേണ്ടത്. Then mod p. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് നോക്കാം. അപ്പോൾ അത് 1 തുടങ്ങി p-1 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് യുണീക്ക് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ എന്താണ്? 1, 2, പിന്നെ 2 റിപ്പീറ്റഡ് ആയിട്ട് വന്നു. 4 എല്ലാ വാല്യൂസും ഇല്ല. 1 to 6 ഉള്ള എല്ലാ വാല്യൂസും ഇതിൽ വരുന്നില്ല. അപ്പോൾ 2 എന്താണ്? പ്രിമിറ്റീവ് റൂട്ട് അല്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്തിനെ നോക്കുന്നു? 3നെ നോക്കുന്നു. 3നെ നോക്കുമ്പോൾ എന്താണ്? 7 വരെയുള്ള ഏത് നമ്പറിനെ വേണമെങ്കിലും 7മായി കോപ്രൈം ആയിട്ടുള്ള ഏത് നമ്പറിനെ വേണമെങ്കിലും നോക്കാം. 7മായിട്ട് കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നും 7നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 3. 3നെ നോക്കാം. 3⁻1 mod 7 എന്ത് കിട്ടും? 3. 3⁻2 mod 7, 6 mod 7 എന്ന് പറയുമ്പോൾ 3⁻2, sorry, not 6, 3⁻3, 2 means 3 into 3, 9. 9 mod 7 is 2. 3⁻3 mod 7, 6. Then ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്ത് യുണീക്ക് വാല്യൂസ് കിട്ടും? 1 to p-1, അതായത് 7-1 വരെയുള്ള 1 to 6 വരെയുള്ള യുണീക്ക് വാല്യൂസ് കിട്ടും. That means that 3 is a primitive root of 7. അപ്പോൾ പ്രിമിറ്റീവ് റൂട്ട് ആവണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്താണ്? അപ്പോൾ ഇതൊരു നമ്പർ ആണ്. p എന്ന് പറഞ്ഞ നമ്പർ ആണ്. പ്രൈം നമ്പറിന് ആദ്യം നമ്മൾ q എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറിനെ സെലക്ട് ചെയ്തു. ഇനി ആൽഫ ഇസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ദിസ് പ്രൈം നമ്പർ q എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആൽഫ ഈ പ്രൈം നമ്പറിനേലും ലെസ് ആയിരിക്കണം. Then one more condition is that alpha should be co-prime with this number, with q. Then primitive root ആവണമെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? This alpha raised to 1 mod q, then alpha raised to 2, alpha raised to 3, alpha raised to 4, alpha raised to 5, alpha raised to 6 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1 തുടങ്ങി q-1, p എന്ന് പറയുകയാണെങ്കിൽ p-1 എന്ന് പറയാം, അല്ലെങ്കിൽ q-1 വരെയുള്ള യുണീക്ക് നമ്പേഴ്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രിമിറ്റീവ് റൂട്ട്. അപ്പോൾ നമുക്ക് 2 ചെക്ക് ചെയ്തപ്പോൾ പ്രിമിറ്റീവ് റൂട്ട് അല്ല, റെപ്പറ്റീഷൻ അതിൽ വരുന്നുണ്ട്. 3 ചെക്ക് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? പ്രിമിറ്റീവ് റൂട്ട് ആയിട്ട് മനസ്സിലായി. അപ്പോൾ 3നെ പ്രിമിറ്റീവ് റൂട്ട് ആയിട്ട് എടുക്കാം. ഇനി അതുപോലെ 4നെ ചെക്ക് ചെയ്ത് നോക്കും. ഇതുപോലെ 4നെ ചെയ്ത് നോക്കും. 4 കോപ്രൈം വിത്ത് 7 ആണ്, കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ 4 പിന്നെ ലെസ് ദാൻ 7 ആണ്. അപ്പോൾ 4⁻1 mod 7, 4⁻2 mod 7, 4⁻3 mod 7, 4⁻4 mod 7, 4⁻5 mod 7, then 4⁻6 mod 7. അതായത് 4⁻q-1 വരെയാണ് ഇത് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ 4ഉം പ്രിമിറ്റീവ് റൂട്ട് അല്ല. ദെൻ 5നെ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? 5 പ്രിമിറ്റീവ് റൂട്ട് ആണ്. ദെൻ 6നെ ചെയ്ത് നോക്കുമ്പോൾ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ 6 പ്രിമിറ്റീവ് റൂട്ട് അല്ല. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന പ്രിമിറ്റീവ് റൂട്ടിനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പിന്നെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നത്തെ കണ്ടുപിടിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പ്രിമിറ്റീവ് റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് 5നെ എടുക്കണമെങ്കിൽ എടുക്കാം. 3ഉം 5ഉം പ്രിമിറ്റീവ് റൂട്ട്സ് ആണ്. നമുക്ക് നമ്മുടെ വിഷയം അനുസരിച്ച് ഏതിനെയാണ് പ്രോബ്ലത്തിൽ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എടുക്കാം. There are 2 primitive roots for 7. ഏതൊക്കെയാണ്? 3ഉം and 5. Choose any one of them. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ നമ്മൾ ആൽഫ = 5 എന്ന് എടുത്തു. പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 7 5 എന്ന് എടുത്തു. 3 എന്ന് എടുക്കണമെങ്കിൽ 3 എന്ന് എടുക്കാം. നെക്സ്റ്റ് ആലീസ് കീ ജനറേഷൻ എങ്ങനെയാണ്? സെൻറ്റർ എങ്ങനെയാണ് കീ ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിന്റെ ഫോർമുല ഉപയോഗിക്കാം. സെലക്ട് പ്രൈവറ്റ് കീ എക്സ്. പ്രൈവറ്റ് കീ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ക്യൂ. ക്യൂ നമ്മുടെ എന്താണ്? 7 ആണ് നമ്മൾ ആ പ്രൈം നമ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 7ൽ ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു. ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇത് അസ്യൂം ചെയ്യാണ്. പ്രൈവറ്റ് കീനെ നമ്മൾ അസ്യൂം ചെയ്തു 3. പ്രൈവറ്റ് കീ ആലീസിന്റെ പ്രൈവറ്റ് കീ ആണെങ്കിൽ പ്രൈവറ്റ്, ആലീസിന് മാത്രമാണ് അത് അറിയാൻ പാടുള്ളൂ. പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാൻ പറ്റും. എക്സ് വെച്ചിട്ടാണ് പ്രൈവറ്റ് കീനെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തു. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ക്യൂ എന്ന് പറഞ്ഞ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 എന്ന് എടുത്തു. ഈ 3 ക്യൂവിനേൽ ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഓക്കെ. Then YA = ഇനി പബ്ലിക് കീ, Y means പബ്ലിക് കീ ഓഫ് A കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ആൽഫ റേസ് ടു XA mod Q.
അപ്പോൾ ആൽഫയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ പ്രിമിറ്റീവ് റൂട്ട്, ആൽഫ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് റൂട്ടാണ്, അതിൻ്റെ 5 എന്നാണ് എടുക്കുന്നത്. ക്യൂ ഈക്വൽ ടു 7 എടുത്തു, ആൽഫ ഈക്വൽ ടു 5 എടുത്തു. അപ്പോൾ 5 റേസ് ടു എക്സ് എന്താണ് 3 മോഡ് ക്യൂയുടെ വാല്യൂ എന്താണ്, ക്യൂ എന്ന് പറയുന്നത് 7 ആണ്. 5 റേസ് ടു 3 മോഡ് 7. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് 6 ആണ്. അപ്പോൾ ഇവിടെ ആലീസിന്റെ എക്സ് പ്രൈവറ്റ് കീ 3 ആണ്, പബ്ലിക് കീ 6, രണ്ടും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ബോബിന്റെ കീ ജനറേഷൻ. ബോബിന് പ്രൈവറ്റ് കീ ഉണ്ട്, പബ്ലിക് കീ ഉണ്ട്. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബി ലെസ് ദാൻ ക്യൂ. ക്യൂവിനേലും ക്യൂ 7 ആണ്, 7 ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കും. ഫോർ എക്സാമ്പിൾ 4 എന്ന് എടുത്തു. ഓക്കെ, അസ്യൂം ചെയ്തു ലെറ്റ് എക്സ് ബി ഈക്വൽ ടു 4. ദെൻ കാൽക്കുലേറ്റ് പബ്ലിക് കീ. പബ്ലിക് കീനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് കീനെ അസ്യൂം ചെയ്തു, പബ്ലിക് കീനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വൈ ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ആൽഫ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ. ആൽഫയുടെ വാല്യൂ ഇവിടെ എന്താണ് 5 എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 5 റേസ് ടു എക്സ് ബിയുടെ വാല്യൂ എന്താണ് അസ്യൂം ചെയ്തത് 4. 5 റേസ് ടു 4 മോഡ് 7, ക്യൂ 7 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ബോബിന്റെയും നമുക്ക് കിട്ടി. ഞാൻ എല്ലാ എലമെന്റ്സിനും എഴുതിയിരിക്കുകയാണ്. ഗ്ലോബൽ എലമെന്റ്സ് ക്യൂ ഈക്വൽ ടു 7 ആൻഡ് ആൽഫ ഈക്വൽ ടു 5. ആലീസിന്റെ പ്രൈവറ്റ് കീ ആൻഡ് പബ്ലിക് കീ. പ്രൈവറ്റ് കീ അസ്യൂം ചെയ്തത് 3 ആയിരുന്നു, പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി 6. ബോബിന്റെ പ്രൈവറ്റ് കീ അസ്യൂം ചെയ്തത് 4 ആയിരുന്നു, പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 2. അപ്പോൾ ഇങ്ങനെ കീ ഇവരുടെ കിട്ടി. നെക്സ്റ്റ് ആണ് സീക്രട്ട് കീ കാൽക്കുലേഷൻ. അതായത് ഓരോരുത്തരും സെപ്പറേറ്റ്ലി ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സീക്രട്ട് കീ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിന്റെ ഇക്വേഷൻ എന്താണ്, കെ ഈക്വൽ ടു വൈ ബി. വൈ മീൻസ് പബ്ലിക് കീ. പബ്ലിക് കീ ഓഫ് ബി, പബ്ലിക് കീ ഓഫ് ബി എക്ക് അറിയാം. അപ്പോൾ പബ്ലിക് കീ ഓഫ് ബി റേസ് ടു പ്രൈവറ്റ് കീ ഓഫ് എ മോഡ് ക്യൂ. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 റേസ് ടു 3 മോഡ് 7. അപ്പോൾ എന്ത് വാല്യൂ കിട്ടും, 1 എന്ന് കിട്ടും. ഇവിടെ അതുപോലെ കെ ഈക്വൽ ടു ബോബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വൈ എ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ. അപ്പോൾ കെ ഈക്വൽ ടു 6 റേസ് ടു 4 മോഡ് 7 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ രണ്ടും നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ടുപേർക്കും 1 എന്നുള്ള വാല്യൂ സെപ്പറേറ്റ്ലി അവർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇവർക്ക് കീ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അവർ കോമൺ കീനെ അവർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ വിതൗട്ട് ട്രാൻസ്ഫറിങ് ഇവർക്ക് കീയുടെ വാല്യൂ കിട്ടുന്നതിനാണ് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതം ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രോബ്ലം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് വരുന്ന ഒരു പ്രോബ്ലം, ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതത്തിൽ വരുന്ന പ്രോബ്ലം. Suppose that two parties A and B wish to set up a common secret key, DH key. രണ്ടുപേർക്കും ഒരു കോമൺ ആയിട്ടൊരു കീ വേണം. Between themselves using Diffie-Hellman key exchange technique. They agree on 7 as the modulus. 7 as the modulus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂയുടെ വാല്യൂ 7 ആണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഈ വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ആൻഡ് 3 as the primitive root. That means we need not calculate alpha. Alpha is also given, the primitive root, that is 3. Then party A chooses 2 and party B chooses 5 as their respective secrets. Secrets എന്ന് പറഞ്ഞാൽ സീക്രട്ട് കീ എന്ന് പറയുന്നത് പ്രൈവറ്റ് കീനെയാണ്. പാർട്ടി എയുടെ പ്രൈവറ്റ് കീ എന്താണ് 2. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ എക്സ് എ ഈക്വൽ ടു 2 ആൻഡ് എക്സ് ബി ഈക്വൽ ടു 5. ഇനി their DH കീ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതാം. പിന്നെ എ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാം. എ കീ ജനറേറ്റ് ചെയ്യുന്നു. എ ജനറേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എയുടെ സെലക്ട് എക്സ് എ. എക്സ് എയുടെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ക്യൂ ആണ്. എക്സ് എയുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാണ് നോർമലി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് എയുടെ വാല്യൂ, പ്രൈവറ്റ് കീയുടെ വാല്യൂ എന്താണ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 തന്നെ യൂസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ യൂസ് ചെയ്യണം. അതുപോലെ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വൈ എ ഈക്വൽ ടു ആൽഫ റേസ് ടു എക്സ് എ മോഡ് ക്യൂ ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്, ആൽഫയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ വൈ എ ഈക്വൽ ടു ആൽഫ റേസ് ടു എക്സ് എ മോഡ് ക്യൂ. അപ്പോൾ 3 റേസ് ടു 2 മോഡ് 7. അപ്പോൾ 2 കിട്ടി. അപ്പോൾ എയുടെ എക്സ് എയും പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഇതിൽ പ്രൈവറ്റ് കീ ക്വസ്റ്റ്യനിൽ തന്നു, പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതുപോലെ ബിക്ക് വേണ്ടി ചെയ്യുക. യൂസർ ബി കീ ജനറേഷൻ. സെലക്ട് പ്രൈവറ്റ് കീ എക്സ് ബി. എക്സ് ബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളതുകൊണ്ട് ആ വാല്യൂ തന്നെ യൂസ് ചെയ്യാം. എക്സ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അപ്പോൾ ആ വാല്യൂ തന്നെ യൂസ് ചെയ്യാം. ലെറ്റ്സ് ദാൻ യു കാൽക്കുലേറ്റ് പബ്ലിക് കീ ബി. വൈ ബി ഈക്വൽ ടു എന്താണ്, ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ ആണ്. അപ്പോൾ വൈ ബി ഈക്വൽ ടു ആൽഫ റേസ് ടു ആൽഫയുടെ വാല്യൂ 3 ആണ്. പ്രൈവറ്റ് കീ ഓഫ് ബി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 3 റേസ് ടു 5 മോഡ് ക്യൂ 7 ആണ്. 7 അപ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ വി ഗോട്ട് വൈ എ ഈക്വൽ ടു 2 ആൻഡ് വൈ ബി ഈക്വൽ ടു 5. ഈ രണ്ട് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ സീക്രട്ട് കീ കാൽക്കുലേഷൻ ബൈ യൂസർ എ. യൂസർ എയുടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ്, കെ ഈസ് ഈക്വൽ ടു വൈ ബി റേസ് ടു എക്സ് എ മോഡ് ക്യൂ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വൈ ബി എത്ര 5 റേസ് ടു 2 മോഡ് 7. അപ്പോൾ 4 കിട്ടി. അതുപോലെ ബിയുടെ സൈഡിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ, കെ ഈസ് ഈക്വൽ ടു വൈ എ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ. കെ ഈക്വൽ 2 റേസ് ടു 5 മോഡ് 7. ഇപ്പോൾ 4 കിട്ടി. ഇപ്പോൾ രണ്ടുപേർക്കും സെയിം വാല്യൂസ് തന്നെ കിട്ടി. അങ്ങനെയാണ് ഇതിൽ അവർ കോമൺ കീനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവരൊരു സെൻഡ് ചെയ്യലൊന്നും നടക്കുന്നില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ കിട്ടുന്നു.
So the next topic is elliptic curve cryptography, ECC. ഇതും explain ചെയ്യാനായിട്ട് ചോദിക്കാം. Explain the elliptic curve cryptography. So next elliptic curve cryptography, ECC. ഈ approach എന്ന് പറയുന്നത് again public key cryptography ആണത്. It's based on the algebraic structure of elliptic curves over finite fields. Elliptic curves നെ base ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ECC requires a smaller key. ഒരു സൈസ് കുറഞ്ഞൊരു കീ മതി ഇതിന് ആസ് കമ്പയർഡ് ടു നോൺ ECC ക്രിപ്റ്റോഗ്രഫി. ECC ഉപയോഗിക്കാത്ത മറ്റ് ക്രിപ്റ്റോഗ്രഫി വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കീ സൈസ് കുറവായിരിക്കും, പക്ഷേ സെയിം ഇക്വലന്റ് സെക്യൂരിറ്റി അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 256 ബിറ്റ് ECC കീക്ക് 3072 ബിറ്റ് RSA കീയുടെ അത്രയ്ക്കും ക്രിപ്റ്റോഗ്രഫി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കീ സൈസ് കുറഞ്ഞാലും സെയിം കീ സൈസ് കൂടി RSA അൽഗോരിതത്തിന്റെ അത്രയ്ക്കും ഇക്വലന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഇതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. An elliptic curve. ഈ elliptic curve എന്ന് പറഞ്ഞാൽ എന്താണ്? It's a curve is defined by an equation in two variables x and y with real coefficients. ഒരു elliptic curveന്റെ ഇക്വേഷൻ ഇതാണ്. y square equal to x cube plus ax plus b. y square equal to x cube plus ax plus b, where a and b are constants, where x, y, a, b are all real numbers. ഇതാണ് elliptic curveന്റെ ഒരു ഡയഗ്രം ഇതാണ്. So this is the x axis and this is the y axis. അപ്പോൾ elliptic curve വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് elliptic curve വരുന്നത്. അപ്പോൾ elliptic curveന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് സിമെട്രിക്കൽ ടു ദ x axis. x axisന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയും മുകളിലേക്കുള്ള ഏരിയയും അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഏരിയയും സെയിം ആയിരിക്കും, സിമെട്രിക് ഫിഗർ ആയിരിക്കും. elliptic curveന്റെ അനദർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. elliptic curve ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് elliptic curve. elliptic curveനെ മാക്സിമം ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് മാക്സിമം 3 പോയിന്റ്സിലാണ് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ പോയിന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് P, Q, R. 3ലും കൂടുതൽ പോയിന്റ്സിൽ ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ അത് എത്ര പോയിന്റ്സിൽ കട്ട് ചെയ്യും? 2 പോയിന്റ്സിൽ കട്ട് ചെയ്യും. മാക്സിമം 3 പോയിന്റ്സിലാണ് ഒരു elliptic curveനെ കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അഗെയിൻ വൺ മോർ തിങ് ഈസ് elliptic curve ഇവിടം വരെയുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ വരെയാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിനെ കാണിക്കുന്നില്ല. ഏത് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെയാണ് കാണിക്കുന്നത്. ആ വാല്യൂവിനെ നമ്മൾ n ആണ് പറയുന്നത്. 3 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളൊരു എലിപ്റ്റിക് കർവ് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ഇ പി ഓഫ് എ ബി എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക് കർവ് ആണെന്ന് എടുക്കാം. എ ബി എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റൻസ് കോഎഫിഷ്യൻസ് ആണ്. ദെൻ കൺസിഡർ ഇക്വേഷൻ Q ഈക്വൽ ടു കെ ഇൻറ്റു പി. Q എന്ന് പറയുന്നതും P എന്ന് പറയുന്നതും എലിപ്റ്റിക് കർവിലുള്ള പോയിന്റ്സ് ആണ്. വേർ ക്യൂ പി എലമെന്റ് ഓഫ് ഇ പി ഓഫ് എ ബി. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ n ആയിരിക്കണം. n വരെയുള്ള കർവിന്റെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഈസി ടു ഫൈൻഡ് ക്യൂ. ക്യൂയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കെ ഇൻറ്റു പി വെൻ given k and p. കെയും പിയും അറിയാമെങ്കിൽ ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. k into p. But should be extremely difficult to find k given q and p. പക്ഷെ കെയുടെ വാല്യൂ ക്യൂവും പി അറിയാന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ ഒരു വേയില് വൺ വേ ഫംഗ്ഷൻ ആണിത്. ഈസ് എ വൺ വേ ഫംഗ്ഷൻ. അതായത് ക്യൂ കണ്ടുപിടിക്കാൻ കെയും പി എന്ന് പറഞ്ഞാൽ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ കെ കണ്ടുപിടിക്കാനാണെങ്കിൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഏറ്റവും ഈസി ആയിരിക്കും, മറ്റേ സൈഡിലേക്ക് കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈസ് എ വൺ വേ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ട്രാപ്ഡോർ ഫംഗ്ഷൻ. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദ ഡിസ്ക്രീറ്റ് ലോഗരിതം പ്രോബ്ലം. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിനെ പറയുന്നത്. ഇവിടെ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെ ഇൻറ്റു പി. കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കെ ഇൻറ്റു പി ചെയ്താൽ മതി. പക്ഷെ കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ട്രാപ്ഡോർ ഫംഗ്ഷൻ. നെക്സ്റ്റ് എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് കീ എക്സ്ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഡിഫി-ഹെൽമാനിലെ കീ എക്സ്ചേഞ്ച് പഠിച്ചു, അതുപോലെ എലിപ്റ്റിക് കർവിൽ എങ്ങനെയാണ് കീ എക്സ്ചേഞ്ച്. ഇതിൽ ഗ്ലോബൽ പബ്ലിക് എലമെന്റ്സ് എന്താണ്? ഈ എലിപ്റ്റിക് കർവ് ആണ് ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഇ ക്യൂ ഓഫ് എ കോമ ബി. എലിപ്റ്റിക് കർവ് വിത്ത് പാരാമീറ്റേഴ്സ് എ ബി ആൻഡ് ക്യൂ. ക്യൂ ഈസ് എ പ്രൈം ഓർ ഇൻറ്റിജർ ഓഫ് ദ ഫോം 2⁻n. നെക്സ്റ്റ് ജി എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഒരു പോയിന്റ് ആണത്. എലിപ്റ്റിക് കർവിലുള്ള ഒരു പോയിന്റ് ആണ് ഹൂസ് ഓർഡർ ഈസ് ലാർജ് വാല്യൂ n. ദെൻ ആലീസിന്റെ കീ ജനറേഷൻ എങ്ങനെയായിരിക്കും? ആലീസ് ആദ്യം ഒരു പ്രൈവറ്റ് കീ സെലക്ട് ചെയ്യണം. ഒരു അസ്യൂം ചെയ്ത് ഒരു പ്രൈവറ്റ് കീ എടുക്കണം വിച്ച് ഷുഡ് ബി ലെസ് ദാൻ n. എന്നെ വെച്ചിട്ടാണ് പ്രൈവറ്റ് കീ ഓഫ് ആലീസ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നെ ലെസ് ദാൻ n. ലെസ് ദാൻ n ആയിട്ടുള്ള ഒരു വാല്യൂ പ്രൈവറ്റ് കീ ആയിട്ട് സെലക്ട് ചെയ്തു. ദെൻ കാൽക്കുലേറ്റ് പബ്ലിക് കീ PA. പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? NA പ്രൈവറ്റ് കീ ഇൻറ്റു G. G എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിട്ട് നോൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇപ്പൊ G കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു.
ഈ ബോബിന്റെ കീ ജനറേഷൻ എങ്ങനെയാണ്? ബോബ് അതുപോലെ പ്രൈവറ്റ് കീനെ അസ്യൂം ചെയ്തു, ലെസ് ദാൻ n ആയിട്ടുള്ള ഒരു വാല്യൂ അസ്യൂം ചെയ്തു. കാൽക്കുലേറ്റ് പബ്ലിക് കീ എന്തായിരിക്കും? PB is equal to NB into G. ഇപ്പൊ രണ്ടുപേരും അവരുടെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സീക്രട്ട് കീ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ K ബൈ ആലീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രൈവറ്റ് കീ ഓഫ് ആലീസ് ഇൻറ്റു പബ്ലിക് കീ ഓഫ് ബോബ്, NA ഇൻറ്റു PB. അതുപോലെ ബോബ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? NB ഇൻറ്റു PA. ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കും. ഇതിനെ എങ്ങനെയാണ് അവർ കീ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? സീക്രട്ട് കീ കാൽക്കുലേഷൻ ബൈ ആലീസും സീക്രട്ട് കീ കാൽക്കുലേഷൻ ബൈ ബോബും ബോത്ത് വാല്യൂസ് ആർ സെയിം. ECC യൂസ് ചെയ്ത് കീ എക്സ്ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ECC യൂസ് ചെയ്തിട്ട് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ ഒരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റി സെൻഡ് ചെയ്യുന്നു. റിസീവർ സൈഡിൽ എന്ത് ചെയ്യുന്നു? അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. ലെറ്റ് ദ മെസ്സേജ് ബി M ആണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. ഫസ്റ്റ് എൻകോഡ് ദ മെസ്സേജ് M into a point on the elliptic curve. എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എലിപ്റ്റിക് കർവിലുള്ള ഒരു പോയിന്റ് ആയിട്ട് ഇതിനെ എൻകോഡ് ചെയ്യുക, പോയിന്റ് ആക്കി മാറ്റുക ഈ മെസ്സേജിനെ. ലെറ്റ് ദിസ് പോയിന്റ് ബി PM എന്നതിനെ നമുക്ക് കൊടുക്കാം. മെസ്സേജ് പോയിന്റ് മെസ്സേജ് ആണ്, PM പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആണിത്. നൗ ദിസ് പോയിന്റ് ഇസ് എൻക്രിപ്റ്റഡ്. ഇനി ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. CM അനദർ പോയിന്റ് ആയിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുക. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ ഫോർ എൻക്രിപ്റ്റിംഗ് ചൂസ് എ റാൻഡം പോസിറ്റീവ് ഇൻറ്റിജർ K. K എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ, പോസിറ്റീവ് ഇൻറ്റിജർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ CM is equal to K ഇൻറ്റു ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് K ഇൻറ്റു G. G എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കണ്ട പോയിന്റ് ആണ്. G is the base point. K ഇൻറ്റു G ഇതാണ് X കോർഡിനേറ്റ്. Y കോർഡിനേറ്റ് ഇതിൻ്റെ എന്തായിരിക്കും? PM plus K ഇൻറ്റു PB. PM means the plain text point plus K into PB. K is the value. PB means public key of B. ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എൻക്രിപ്ഷൻ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് CM is equal to KG, PM plus K into PB. So XY coordinates ആയിട്ടാണ് നമ്മൾ ഒരു പോയിന്റിനെ എഴുതുക. അപ്പോൾ this is the X coordinate and this part is the Y coordinate. ഈ ഡിക്രിപ്ഷൻ റിസീവർ ഡിക്രിപ്ഷൻ നടത്തുമ്പോൾ എന്തെന്നെ കിട്ടണം? നമുക്ക് PM തിരിച്ചു കിട്ടണം. CM ന്ന് PM തിരിച്ചു കിട്ടണം, പ്ലെയിൻ ടെക്സ്റ്റ് പോയിന്റ് തിരിച്ചു കിട്ടണം. For decryption, multiply first point in the pair with receiver's secret key. ഫസ്റ്റ് പോയിന്റിനെ ഇപ്പോൾ KG എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ എന്ത് ചെയ്യണം? റിസീവറിന്റെ സീക്രട്ട് കീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് KG ഇൻറ്റു റിസീവറിന്റെ സീക്രട്ട് കീനെ N വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ NB കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, KG ഇൻറ്റു NB. ദെൻ സബ്ട്രാക്ട് ഇറ്റ് ഫ്രം സെക്കൻഡ് പോയിന്റ് ഇൻ ദ പെയർ. ഈ പെയറിൽ രണ്ടാമത്തെ ഈ പോയിന്റിൽ നിന്ന് ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം. PM plus K ഇൻറ്റു PB മൈനസ് ഇത് KG ഇൻറ്റു NB. അങ്ങനെ ചെയ്യണം. ഇനി നമുക്കിതിൽ G ഇൻറ്റു NBക്ക് പകരം എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? G എന്ന് പറയുന്നത് ബേസ് പോയിന്റ് ഇൻറ്റു NB പ്രൈവറ്റ് കീ ഓഫ് B. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പബ്ലിക് കീ ഓഫ് B കിട്ടും. അപ്പോൾ ഇതിന് പകരം നമ്മൾ PB എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ PM പ്ലസ് K ഇൻറ്റു PB മൈനസ് K ഇൻറ്റു PB എന്ന് വരും. K ഇൻറ്റു PB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയും PB ഇടും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് PM പ്ലെയിൻ ടെക്സ്റ്റ് പോയിന്റ് തിരിച്ചു കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് getting decrypted. അങ്ങനെയാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ECC യൂസ് ചെയ്ത് ചെയ്യുന്നത്.